എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് ചിങ്ങമാസ ഫലത്തെക്കുറിച്ചാണ്. ഈ ചിങ്ങമാസ ഫലത്തിൽ തുലാൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. നമുക്ക് ഈ തുലാൻ രാശിക്കാരുടെ ചിങ്ങമാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 10ാം ഭാവത്തിൽ ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നു. ശനി 6-ൽ നിൽക്കുന്നു. രാഹു 5-ലും ആദിത്യനും കേതുവും 11-ലും ശുക്രൻ 12-ലും ജന്മത്തിലുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു കാലയളവ് ആണ്. കർമ്മസ്ഥാനത്ത് 10-ൽ വ്യാഴം ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് വളരെ അനുകൂല സ്ഥിതിയാണ്. 6-ലെ ശനിയും വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തും സൽകീർത്തിയും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങമാസം. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങളുണ്ടാവും. തൊഴിലിനായിട്ട് കാത്തിരുന്നിട്ട് നടക്കാതേക്ക് ഇരിക്കുന്നവരെ സംബന്ധിച്ച് ആ തടസ്സങ്ങളൊക്കെ നീങ്ങി തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ആയിരിക്കും ചിങ്ങമാസം. കൂടാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങളുണ്ടാകും. 6-ലെ ശനി തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും സമ്പത്തും തരുന്നതിനോടൊപ്പം തന്നെ ഭൂമി സംബന്ധമായിട്ട് അല്ലെങ്കിൽ വീട്, വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു സമയമായിരിക്കും. ശുക്രൻ്റെ സ്ഥിതിയും പൊതുവിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ രാശിക്കാർക്ക് സമ്മാനിക്കുന്നത്. വിവാഹ കാര്യത്തിനായിട്ട് അല്ലെങ്കിൽ വിവാഹത്തിനായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് വിവാഹം നടക്കാനോ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാനോ ഒക്കെ കഴിയുന്ന ഒരു സമയമാണ്. വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിലുള്ള തൊഴിൽപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ, പ്രത്യേകിച്ച് കർമ്മപുഷ്ടിയിലൂടെ കർമ്മരംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ അംഗീകാരവും സമ്പത്തും സൽകീർത്തിയും ഒക്കെ വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിരിക്കും തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ചിങ്ങമാസം തുലാൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.